അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ 2024-25 അധ്യയന വർഷത്തെ അർദ്ധവാർഷിക പരീക്ഷാ പേപ്പറാണ് വായിക്കുന്നത്. 8ാം ക്ലാസ്സിലെ ഫിഖ് ആണ് വായിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, പെട്ടെന്ന് വായിക്കും. ഒന്നാമത്തേത് വഫിഖ്, യോജിപ്പിക്കുക. ആ ബോക്സിനുള്ളിൽ, ഇടതുഭാഗത്തുള്ള ബോക്സിനുള്ളിൽ എല്ലാത്തിൻ്റെയും ആൻസറുകളുണ്ട്. ഒന്നാമത്തത് തുസന്നു, സുന്നത്താക്കപ്പെടും. സിയാറത്തുൽ ഖുബൂർ, ഖബറുകൾ സിയാറത്ത് ചെയ്യൽ സുന്നത്താക്കപ്പെടും. ഈ ഖബറുകൾ സിയാറത്ത് ചെയ്യൽ ലിറിജാലി, പുരുഷന്മാർക്കാണ് സുന്നത്തുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് ബഖീഉൽ ഒർഖദ്. ബഖീഉൽ ഒർഖദ് എന്നാൽ എന്ത്? അത് എൻ്റെ ആ കള്ളിയിലുണ്ട്, ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട് റെഡ് കളറിലായിട്ട്. മക്ബറത്തു അഹ്ലിൽ മദീന, മദീനക്കാരായ ആളുകളുടെ ഖബർസ്ഥാനിനാണ് ബഖീഉൽ ഒർഖദ് എന്ന് പറയുക. മൂന്നാമത്തേത് തുക്റഹു തഅസിയത്തു, ആശ്വസിപ്പിക്കൽ കറാഹത്താണ് ഫാസിഖിൻ. ഫാസിഖീങ്ങളെ ആശ്വസിപ്പിക്കൽ കറാഹത്താണ്. തമ്മാടികളാണ് ഫാസിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ. അവരെ ആശ്വസിപ്പിക്കൽ എന്താണ്? കറാഹത്താണ്, മരണപ്പെട്ടു കഴിഞ്ഞാൽ. നാലാമത്തേത് ഹുഫ്രത്തു തംനഉ ളുഹൂറ റായിഹത്തി വനബ്ശ സിബാഹി. ഹുഫ്രത്തുൻ ഒരു കുഴിയാണ്, തംനഉ അത് തടയും, ളുഹൂറ റായിഹത്തി പിടിമൃഗങ്ങൾ വാസന പുറത്തു വരലിനെ തടയുന്ന കുഴി. വനബ്ശ സിബാഹി പിടിമൃഗങ്ങൾ മാന്തുന്നതിനെ തൊട്ടും വാസനകൾ പുറത്തു വരലിനെ തടയുന്നതുമായ കുഴിയാണ് ഏത്? അക്കല്ലുൽ ഖബർ, ഖബറിന്റെ ചുരുങ്ങിയ രൂപം. ഖബറിന്റെ ചുരുങ്ങിയ രൂപമാണ് ഇപ്പൊ പറഞ്ഞത്, അതാണ് ആൻസർ, അക്കല്ലുൽ ഖബർ എന്ന്. അക്കല്ലുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഖബറിന്റെ ചുരുങ്ങിയത്. അഞ്ചാമത്തെ വായിക്കാൻ പോവാണ്. അക്കല്ലു ദുആഇ അലൽ മയ്യിത്ത്, മയ്യിത്തിന്റെ മേലിലുള്ള ദുആയിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് മാത്രം മതി. അല്ലാഹുവേ ഇഗ്ഫിർ ലഹു, മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണേ എന്ന്. ആറാമത്തേത് വലിസ്വലാത്തി അലൽ മയ്യിത്ത്, മയ്യിത്തിന്റെ മേലുള്ള നിസ്കാരത്തിന് കൊണ്ട് ഷർത്താനി, 2 ഷർത്തുകളുണ്ട്. അതാണ് ആൻസർ, 2 ഷർത്തുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ 6 ചോദ്യങ്ങളും കഴിഞ്ഞു, അതിൻ്റെ ആൻസറുകളും കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ തെമ്മീം, പൂർത്തീകരിക്കുക. ഒന്നാമത്തെ വായിക്കുന്നു. യതഅക്കദു അലാ കുല്ലി മുകല്ലഫിൻ ദിക്റുൽ മൗത്ത്. യതഅക്കദു ശക്തമായ സുന്നത്താക്കപ്പെടും, അലാ കുല്ലി മുകല്ലഫിൻ എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെ മേലിലും ശക്തമായ സുന്നത്താണ് ദിക്റുൽ മൗത്ത്, മരണത്തെ ഓർക്കൽ. അതിൻ്റെ ആൻസർ എന്താണ്? മരണത്തെ ഓർക്കൽ എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുഅ്മിനീങ്ങളുടെ മേൽ സുന്നത്താക്കപ്പെടും. എങ്ങനെയാണ് ഓർക്കൽ? ഖൽബിഹി, അവന്റെ ഹൃദയം കൊണ്ട്, വൽ ഇക്സാറു മിൻഹു മരണത്തെ ഓർക്കലിനെ അധികരിപ്പിക്കലും. ആൻസർ ഇതാണ്, മരണത്തെ ഓർക്കലിനെ അധികരിപ്പിക്കലും ഖൽബ് കൊണ്ട് മരണത്തെ ഓർക്കലും ശക്തമായ സുന്നത്താണ് എന്ന്. അതിൽ രണ്ടിൽ 2 വായിക്കുന്നു. ഇൽബസു മിൻ സിയാബിക്കുമുൽ ബയാല ഫഇന്നഹാ ഖൈറു സിയാബിക്കും വകഫിനു ഫീഹാ മൗതാക്കും. ഇൽബസു നിങ്ങൾ ധരിപ്പിക്കുക, മിൻ സിയാബിക്കും നിങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന്, അൽ ബയാല വെള്ള വസ്ത്രത്തെ, ഫൈനഹ തീർച്ചയായും വെള്ള വസ്ത്രം, ഖൈറു സിയാബിക്കും നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വെച്ച് ഏറെ നല്ല വസ്ത്രമാണ്. വകഫിനു നിങ്ങൾ കഫൻ ചെയ്യുകയും ചെയ്യുക, ഫീഹ ആ വെള്ള വസ്ത്രത്തിൽ, മൗതാക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ ആ വെള്ള വസ്ത്രത്തിൽ കഫൻ ചെയ്യുകയും വേണം എന്നതാണ്. ഫീഹ മൗത്താക്കും എന്നതാണ് പൂർത്തീകരിക്കേണ്ട വാക്ക്. ഫീഹ മൗത്താക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ കേട്ടോ. മൂന്നാമത്തത് വായിക്കുന്നു. മൻ അസാ മുസാബൻ ഫലഹു മിസ്ലു അജ്രിഹി. മൻ വല്ലൊരുത്തനും ആശ്വസിപ്പിച്ചാൽ, മുസാബൻ ഒരു ബുദ്ധിമുട്ടെത്തിയ ആളെ ആശ്വസിപ്പിച്ചാൽ, ഫലഹു അവനെക്കൊണ്ട് മിസ്ലു അജ്രിഹി ഈ ബുദ്ധിമുട്ടെത്തിയവനെ പോലത്തെ കൂലിയുണ്ട് എന്നതാണ് അർത്ഥം. മിസ്ലു അജ്രിഹി ബുദ്ധിമുട്ടെത്തിയവനെ പോലത്തെ എന്തുണ്ട്? കൂലിയുണ്ട്, നമ്മളൊരാളെ ആശ്വസിപ്പിക്കാൻ പോയാൽ. നാലാമത്തത് വായിക്കുന്നു. അഅലമല്ലാഹു അജ്റക വ അഹ്സന അസാഅക എന്നതിൻ്റെ ഫുള്ള് ഏതാണുള്ളത്? വഫർലി മയ്യത്തിക എന്നുള്ളതാണ്. അഅലമല്ലാഹു അല്ലാഹു തആല വണ്ണമാക്കട്ടെ, അജ്റക നിന്റെ കൂലി, വ അഹ്സന അസാഅക നിന്റെ
ക്ഷമ അള്ളാഹു നന്നാക്കട്ടെ. വഫറലി മയ്യത്തിക്ക, നിന്റെ മയ്യത്തിന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു, മരണപ്പെട്ടു പോയവനിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. അതാണ് അതിൻ്റെ ആൻസർ, വഫറലി മയ്യത്തിക്ക എന്നത്. അഞ്ചാമത്തേത് വായിക്കുന്നു. ഇസ്തഗ്ഫിറൂ ലി അഖീക്കും വസ്അലൂ ലഹു തസ്ബീത ഫഇന്നഹുൽ ആന യുസ്അലു. ഇസ്തഗ്ഫിറൂ, നിങ്ങൾ പാപമോചനം തേടൂ, ലി അഖീക്കും, നിങ്ങളുടെ സഹോദരന് വേണ്ടി, വസ്അലൂ, നിങ്ങൾ ചോദിക്കൂ, ലഹു, നിങ്ങളുടെ സഹോദരന്, തസ്ബീത, തസ്ബീത്തിനെ, ഫഇന്നഹു, തീർച്ചയായും, അൽ ആന, ഈ സമയം, യുസ്അലു, ചോദിക്കപ്പെടുന്നുണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. ഫഇന്നഹു, ഈ സമയം, ഫഇന്നഹുൽ ആന, തീർച്ചയായും ഈ സമയം അവനോട്, യുസ്അലു, ചോദിക്കപ്പെടുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ആൻസർ. ആറാമത്തേത്, വലോ തഹറക്കൽ മയ്യിത്തു, മയ്യത്ത് കരിഞ്ഞാൽ, ബിഹൈസു, രൂപത്തിൽ കരിഞ്ഞുപോയി. എങ്ങനത്തെ രൂപമാണ്? ലൗ ഉസില, കഴുകപ്പെട്ടാൽ, തഹറ ലഹ്മുഹു, അവൻ്റെ മാംസങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. മാംസങ്ങൾ കൊഴിഞ്ഞു പോകുന്ന രൂപത്തിൽ, കുളിപ്പിക്കപ്പെട്ടാൽ മാംസങ്ങൾ കൊഴിഞ്ഞു പോകുന്ന രൂപത്തിൽ അവൻ്റെ മയ്യത്തായാൽ ആ മയ്യത്തിന് യുമ്മിമ, തയമ്മം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ 2-ൽ 6 ചോദ്യവും വായിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തേത്, അജിബ്, ഉത്തരം എഴുതുക. തുസന്നു, സുന്നത്താക്കപ്പെടും, ലിന്നിസായി, സ്ത്രീകൾക്ക് സുന്നത്താണ്, സിയാറത്തുൽ ഖുബൂരിൽ ഔലിയായി, ഔലിയാക്കളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്താണ്, ബിശർത്തിൻ, ചില ഷർത്തുകളോടുകൂടെ. മാഹുവ, ഏതാണ് ആ ഷർത്ത്? ഔലിയാക്കളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്, ചില ഷർത്തുകളോടുകൂടെ. അതെന്താണ് ഷർത്ത് എന്നുള്ളതാണ് പറയുന്നത്. ബിശർത്തി ദഹാബിഹിന്ന, അവർ പോകണമെന്ന ഷർത്തോടുകൂടെ. ഫി നെഹ്വി ഹൗദജിൻ, ഒരു വാഹനം പോലോത്തതിൽ, മിമ്മ യസ്തുറു ഷഹസവുൻ അനിൽ അജാനിബ്, അന്യ ആളുകളെ തൊട്ടു മറയുന്ന ഒരു വാഹനം പോലോത്തതിൽ സ്ത്രീകൾ പോകണം എന്ന ഷർത്തുണ്ട്. അന്യ പുരുഷന്മാർ കാണാത്ത രൂപത്തിൽ അവർ പോവുക എന്നാണ്. പിന്നെ രണ്ടാമത്തേത്, വക്തു തസ്ബീത്തി മത്ത, തസ്ബീത്തിൻ്റെ സമയം എപ്പോഴാണ്? തസ്ബീത്തിൻ്റെ സമയം ബഅദ ദഫ്നിൽ മയ്യിത്തി, മയ്യത്തിനെ മറവ് ചെയ്തതിന് ശേഷമാണ് തസ്ബീത്ത് ചൊല്ലേണ്ട സമയം. ഉത്തരം എഴുതുക എന്നതിൽ നിന്ന് മൂന്നാമത്തെ ചോദ്യം, സുൻഉ ത്വആമി ലി അഹ്ലിൽ മയ്യിത്തി, സുൻഉ ത്വആമി, ഭക്ഷണമുണ്ടാക്കി കൊടുക്കൽ, ലി അഹ്ലിൽ മയ്യിത്തി, മയ്യത്തിൻ്റെ കുടുംബക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ സുന്നത്താണ്. അപ്പോൾ ഈ മരിച്ചവർക്കാർ ഭക്ഷണം ഉണ്ടാക്കില്ലല്ലോ. അവരുടെ ഭാര്യമാർ, ബാപ്പയാണ് മരിച്ച ഭാര്യ, ഉപ്പ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ, അവർക്ക് ഭക്ഷണം ഉണ്ടാവില്ലല്ലോ അന്ന്. അതാരാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നതാണ്. അത് ലജീറാനി അഹ്ലിൽ മയ്യിത്തി, മയ്യത്തിൻ്റെ കുടുംബക്കാരായ അയൽവാസികൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഒലി അക്കാരിബിഹിൽ അബായിദ്, മയ്യത്തിൻ്റെ വിദൂരത്തുള്ള കുടുംബക്കാരുണ്ടല്ലോ, ഓരും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നാലാമത്തെ ചോദ്യം, മാതാ യജിബു ഫീ ദഫ്നിൽ മയ്യിത്തി, മയ്യത്തിനെ മറവ് ചെയ്യുമ്പോൾ നിർബന്ധമായ കാര്യം എന്താണെന്നുള്ളത്. മയ്യത്തിനെ മറവ് ചെയ്യുമ്പോൾ നിർബന്ധമുള്ള കാര്യം എന്ത്? യജിബു, നിർബന്ധമാകും, ഇൽജാഉൽ മയ്യിത്തി, മയ്യത്തിനെ ചെരിച്ചു കിടത്തണം, ലിൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മയ്യത്തിനെ ചെരിച്ചു കിടത്തൽ നിർബന്ധമായ കാര്യം ഒന്നായി. വസദ്ദുൽ ഖബരി, ഖബറിനെ അടക്കണം, ബിമാ യംനഉ വുഖൂഅത് തുറാബി, മണ്ണ് വീയലിനെ തടയുന്ന വസ്തു കൊണ്ട് എന്ത് ചെയ്യണം? ഖബറിനെ അടക്കണം. പിന്നെ ഇഹാലത്തു തുറാബി അലൈ, പിന്നെ ആ ഖബറിൻ്റെ മുകളിൽ മണ്ണിടണം. പിന്നെ അഞ്ചാമത്തെ ചോദ്യം വായിക്കുകയാണ്. അഷഹീദു മൻ, ഷഹീദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആർക്കാണ് ഷഹീദ് എന്ന് പറയാം? അത് മൻ, ചില ആളുകൾക്ക് ഷഹീദ് എന്ന് പറയും. കുത്തില, അവരെ കൊല്ലപ്പെട്ടു, ഫി ഖിതാലിൽ കുഫാർ, കാഫിറുകളുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്കാണ് ഷഹീദ് എന്ന് പറയുക. അതാണ് ആൻസർ. നാലാമത്തേത് വായിക്കുന്നു. കമ്മിൽ, പൂർത്തീകരിക്കുക. ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, അതാണ് ആൻസർ. സിത്തുൻ എന്നതാണ് അവിടെ പൂർത്തീകരിക്കേണ്ട ഒരു ഭാഗം. ഹക്കുൽ മുസ്ലിമി, മുസ്ലിമിൻ്റെ മേലുള്ള കടമ, അലൽ മുസ്ലിമി, മറ്റൊരു മുസ്ലിമിൻ്റെ മേലിൽ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലിലുള്ള കടമ സിത്തുൻ, 6 എണ്ണമാണ്. ഇദാ ലഖീതുഹു, അവനെ കണ്ടുമുട്ടിയാൽ, ഫസല്ലിം അലൈ, അവൻ്റെ മേലിൽ സലാം പറയണം. വൈദാ ദഅക, നിന്നെ ക്ഷണിച്ചാൽ, ഫജിബുഹു, നീ ഉത്തരം നൽകണം. വൈദസ്തൻസഹക, നിന്നോട് സതുപദേശം തേടിയാൽ, ഫൻസഹ്ലുഹു, നീ അവനിക്ക് ഉപദേശിക്കണം. ഇനി അഞ്ചാമത്തേത് തർജിം, പരിഭാഷപ്പെടുത്തുക. ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുൻതു, ഞാനായിരുന്നു, നഹൈതുക്കും,
അവരെ വിരോധിച്ചിരുന്നു. അൻ സിയാറത്തിൽ ഖുബൂർ, ഖബറുകളെ സന്ദർശിക്കല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിങ്ങളെ തൊട്ട് ഖബർ സന്ദർശനം വിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്യുക, കാരണം അത് ആഖിറത്തിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആഖിറത്തിനെ അത് ഓർമ്മിപ്പിക്കും ഖബർ സിയാറത്ത് ചെയ്താൽ. ഇനി ആറാമത്തേത് ബയ്യിൻ, വിശദീകരിക്കുക. ലഫ്ളു ഇജാബത്തി തഅസിയത്തി, തഅസിയത്തിനുള്ള മറുപടിയുടെ പദം ഏതാണ് എന്നുള്ളത്. അത് ജസാക്കല്ലാഹു ഖൈറൻ, തഅസിയത്ത് ചെയ്യുമ്പോൾ അതിന് മറുപടി പറയും. അതാണ് പറയുന്നത്, ജസാക്കല്ലാഹു ഖൈറൻ വതഖബ്ബലല്ലാഹു മിൻക. ആശ്വസിപ്പിക്കുമ്പോഴുള്ള മറുപടിയാണ് പറയുന്നത്, ജസാക്കല്ലാഹു, അള്ളാഹു പ്രതിഫലം നൽകട്ടെ, നിനക്ക് പ്രതിഫലം നൽകട്ടെ, ഖൈറൻ, ഖൈറിനെ, വതഖബ്ബലല്ലാഹു മിൻക, നിന്നിൽ നിന്ന് അള്ളാഹു ഇതിനെ സ്വീകരിക്കുകയും ചെയ്യട്ടെ, ഈ തഅസിയത്തിനെ സ്വീകരിക്കുകയും ചെയ്യട്ടെ. പിന്നെ രണ്ടാമത്തേത്, ആറിൽ രണ്ടാമത്തേത് അൽ-ലഹ്ദു. ലഹ്ദ് ഖബർ എന്നാൽ എന്ത്? ലഹ്ദ് ഖബർ എന്നാൽ ഖബറിൻ്റെ അടിയിലെ ഗുഹ പോലെ തുരന്നുണ്ടാക്കുക. എന്തെന്ന് പറഞ്ഞാൽ അലമാറയിലേക്ക് ഒരു സാധനം വെക്കുന്നത് പോലെ തന്നെ ഖബറിൻ്റെ അടിയിൽ ഗുഹ പോലെ തുറന്നുണ്ടാക്കുന്നതിനാണ് ലഹ്ദ് ഖബർ എന്ന് പറയുന്നത്. റത്തിബ്, ഓർഡർ ആക്കുക. ഇപ്പോൾ ഡിസോർഡറിലാണുള്ളത്, അത് ഓർഡർ ആക്കിയിട്ട് എഴുതുക. വർഹംഹു വഅഫി, അല്ലാഹുമ്മ ഗഫിർ ലഹു വഅഫു അൻഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫിഹി എന്നാണ് ഓർഡർ ഉള്ളത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഗ്ഫിർ, നീ പുറത്തു കൊടുക്കണം, ലഹു, മയ്യിത്തിന്, വർഹംഹു, മയ്യിത്തിന് നീ കരുണ ചെയ്യണം, വഅഫു അൻഹു വഅഫിഹി എന്നതാണ് അതിൻ്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.